ആദ്യം എല്ലാവർക്കും താങ്ക്സ്. ഇത്ര ഞെട്ടിച്ചു കളഞ്ഞു, പേടിയായിരുന്നു കാണുമ്പോഴത്തേക്കുമ്പോൾ. അത്രയും മീഡിയ ഞാനൊക്കെ മീഡിയയിലുള്ള സമയത്ത് എനിക്കൊന്ന് കൂടിയെന്നൊരു 20-25 പേരായിരുന്നു. എൻ്റെ നിറയെ ഇവിടെ ഇരിപ്പുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ അറിയാവുന്ന മുഖങ്ങൾ കാണുന്നുണ്ട്. സോ എല്ലാവരും വന്നതിന് ഒരുപാട് നന്ദി. മലയാളത്തിൽ തന്നെ പറയാം. ഒരുപാട് എല്ലാവരും വന്നതിന് ഒരുപാട് സന്തോഷം. എൻ്റെ ആദ്യ തമിഴ് സിനിമയാണ്. ഇതിനു മുമ്പ് 2 മലയാള സിനിമകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറ്റും. ഇത് ആദ്യ സംരംഭമാണ്, തമിഴ് പ്രോജക്റ്റ്. അത് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ബഹുമാനപ്പെട്ട പ്രഭുദേവ മാസ്റ്ററോട് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഈ ഒരു മൊമെൻറ്റിൽ ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നും. അതിന് കാരണക്കാരായ മെയിൻ ആളെ ഇവിടെ ഇരിപ്പുണ്ട്, എൻ്റെ പ്രൊഡ്യൂസർ മിസ്റ്റർ ജോബി പി സാം. അതിൻ്റെ നമ്മുടെ സിനിമയുടെ തിരക്കഥാകൃത്താണ് ദിനിൽ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മളുടെ എല്ലാം സണ്ണി ചേച്ചി, യുനോ നമ്മളേറ്റവും കൂടുതൽ സ്നേഹിക്കാൻ ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന സണ്ണി ഇവിടെ ഉണ്ട്. സോ സിനിമയെ പറ്റി ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ ആദ്യം പറയാം, അതിനുശേഷം എല്ലാവർക്കും സംസാരിക്കാനുള്ള സ്പേസ് കിട്ടുമായിരിക്കും. കാരണം എൻ്റെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല, നിങ്ങൾ കാണാൻ വന്നിരിക്കുന്നത് ഇവരെയൊക്കെ തന്നെയാണ്. സോ നമ്മളുടെ സിനിമയുടെ പേര് പേട്ടറാപ്പ് എന്നാണ്. എൻ്റെ പേര് SJ സിനു എന്നാണ് ടൈറ്റിൽ. പ്രൊഡ്യൂസർ ജോബി പി സാം, സ്ക്രിപ്റ്റ് റൈറ്റർ ദിനിൽ പി കരുണാകരൻ. ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് ജിത്തു ദാമോദറാണ്. എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് നിഷാദ് യൂസഫാണ്. അങ്ങനെ ഒരു അത്യാവശ്യം നല്ല ടെക്നിക്കൽ സൈഡ് സപ്പോർട്ടുള്ള ഒരു നല്ല സിനിമയായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ആദ്യം എനിക്ക് നന്ദി പറയേണ്ടത് ഇതിൻ്റെ പ്രൊഡ്യൂസർ ജോബിയോട് തന്നെയാണ്. കാരണം എന്നെപ്പോലത്തെ ഒരാളെ വിശ്വസിച്ചിട്ട് ഇത്രയും പൈസ മുടക്കി ഇത്രയും ഇങ്ങനൊരു സിനിമ നിർമ്മിക്കാൻ മുന്നോട്ട് വന്ന ആ പില്ലർ ഓഫ് സപ്പോർട്ട് മിസ്റ്റർ ജോബിക്ക് ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. സോ അദ്ദേഹം ഇല്ലെങ്കിൽ ഈ പ്രോജക്റ്റില്ല, നമ്മുടെ ഈ കൂടിക്കാഴ്ചകളെല്ലാം ഒന്നുമില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ജോബി പി സാം. ദെൻ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് സോൺ പിക്ചറാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പെരിമെൻ്റൽ മൂവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് വർക്കാകുന്ന ടൈപ്പുള്ള, യങ്സ്റ്റേഴ്സിന് വർക്കാകുന്ന ടൈപ്പുള്ള പ്രഭുദേവ മാസ്റ്ററിൻ്റെ കറക്റ്റ് ഒരു ജോണർ മൂവിയാണ്. എനിക്കൊന്ന് കാലങ്ങൾക്ക് ശേഷം, ഒരു 10 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു പടം വരാൻ സാധ്യത. കാരണം 10 പാട്ടുകളുള്ള ഒരു സിനിമയാണ്. പേട്ടറാപ്പ് എന്ന പേര് പറയുന്ന പോലെ തന്നെ പഴയ കാതലൻ സിനിമയിലെ പേട്ടറാപ്പ് പാട്ട് ഉൾപ്പെടെയാണ് ഈ സിനിമ റിലീസാകുന്നത്. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഓണം കഴിഞ്ഞിട്ടുള്ള വീക്കിൽ വരുന്ന ഈ സിനിമ ഒരു ഫൺ ട്രാവലായി കുട്ടികൾക്കുൾപ്പെടെ എല്ലാവർക്കും ഫാമിലിയോടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി മ്യൂസിക്കൽ ഡാൻസ് കോംബോ പാക്കുള്ള ഒരു പടമാണ്. അതിനകത്ത് സർപ്രൈസിങ് ആയി സണ്ണിയുണ്ട്. എൻ്റെ ഹീറോയിൻ ശരിക്കും പറഞ്ഞാൽ വേദികയാണ്. വേദികയ്ക്ക് ഇന്നൊരു ഷൂട്ടിംഗ് തിരക്കുള്ളോട്ട് വരാൻ പറ്റിയിട്ടില്ല. അപ്പം വേദികയാണ് എൻ്റെ ഹീറോയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ആ കുട്ടിയും വളരെ നല്ലൊരു വേഷമാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ മലയാളത്തിൽ നിന്ന് നമ്മളുടെ ഷാജോൺ ചേട്ടനുണ്ട്, കലാഭവൻ ഷാജോൺ ചേട്ടൻ. അദ്ദേഹം ഇതിനകത്ത് അതിഗംഭീരമായ വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ തമിഴിലുള്ള വിവേക് പ്രസന്ന, ഭഗവതി പെരുമാൾ, രമേശ് തിലക്, മയം ഗോപി, അങ്ങനെ സീനിയറായ കുറേ ആർട്ടിസ്റ്റുകളുള്ള അത്യാവശ്യം നല്ല മൂവ്മെൻറ്റിൽ ഫാസ്റ്റിൽ പോകുന്ന ഒരു 2 മണിക്കൂർ പടമാണ് പേട്ടറാപ്പ്. ഒരുപാട് പ്രതീക്ഷകളില്ലാതെ വളരെ രസമായിട്ട് കണ്ടിരിക്കാം. മാസ്റ്ററിൻ്റെ എനിക്ക് തോന്നുന്നൊരു നല്ല 2-3 ഡാൻസ് നമ്പറുള്ള സിനിമയാണ്, വൈബ്രൻ്റായ ഡാൻസ് നമ്പറുള്ളതാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് എഴുതി എന്നെ ഉയർത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാവരും സിനിമ പോയി കാണണം. സിനിമ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് തരാൻ പറ്റിയിട്ടുണ്ടെന്ന്. സോ 27-നാണ് സിനിമയുടെ റിലീസ്. ഇത്രയൊക്കെയാണ് എനിക്ക് ജനറലായിട്ട് പറയാനുള്ളത്. കാരണം ഒരുപാട് പറയാനൊന്നും, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായതുകൊണ്ട് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് സംസാരിക്കുന്നതിന്. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് ചാറ്റിൽ പറയാം. ഇപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഫ്യൂ വേർഡ്സിന് ഫസ്റ്റ് പ്രഭുദേവ മാസ്റ്റർക്ക് തന്നെ കൊടുക്കാൻ വയ്ക്കും. സോറി, ഒരാൾ മിസ്സായിട്ടുണ്ട്. ഈ പടത്തിൻ്റെ ഏറ്റവും, അതായത് പില്ലർ ഓഫ് സപ്പോർട്ട് ഏറ്റവും വന്നിരിക്കുന്നത് ഡി ഇമ്മനാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ. എക്സെപ്ഷണൽ ജോബാണ് ചെയ്തിരിക്കുന്നത്, പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇപ്പം നിങ്ങൾ കേട്ടതിലൂടെ 2 പാട്ടുകളുണ്ട്. ഇനി റിലീസാകാനൊരു 6 പാട്ടുകളുണ്ട്. എല്ലാ സോങ്ങുകളും ഒന്നിനൊന്നും മെച്ചമാണ്. സോ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയത് ഈ ഒരു തിരക്കിനിടയ്ക്ക് വിട്ടുപോയതാണ്. സോ അദ്ദേഹം ഇല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു 50% ഇല്ല. കാരണം മ്യൂസിക്കൽ ഡാൻസ് കോംബോ അത്ര ഭംഗിയായി ചെയ്തിട്ടുണ്ട് ഡി ഇമ്മാൻ. സോ ഈ സമയത്ത് എനിക്ക് ഇമ്മാൻ സാറിനോടും ഒരുപാട് നന്ദിയും സ്നേഹവും മാത്രം പറയാനുള്ളൂ. ഓക്കെ മാസ്റ്റർ.
எல்லாருக்கும் வணக்கம். ஹாப்பி ஓணம் டு ஆல். அட்வான்ஸ் ஹாப்பி ஓணம். உங்களை எல்லாரையும் பார்க்குறது ரொம்ப சந்தோஷமாக இருக்குது. பேட்டரை படத்துக்காக இங்கே உட்காந்துருக்கோம். தேங்க்ஸ் டு சீனு அண்ட் ஜோபி பிகாஸ் only I'm here. We'll go on. Okay? Hello. Hi. How are you? All right. First of all, happy Onam, and thank you everybody for coming out. And I really hope that you love the song that I am in, which is called Vichu Sayede. And it's my first time performing with Prabhu sir. And I think you guys are going to be blown away by what we've created, and I hope you enjoy. Love you. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദിനിൽ. ഞാൻ ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ജോബിചാൻ്റെയും സിനിച്ചാൻ്റെയും കൂടെ ഇതിൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. വാസ്തവത്തിൽ ഇത്രയും ആൾക്കാരെ കണ്ടപ്പോൾ നെർവസായി. ഞാനും എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് കേരളകൗമുദി ദിനപത്രത്തിൻ്റെ റിപ്പോർട്ടറായിട്ടാണ്. എങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും മാധ്യമപ്രവർത്തകർ ഒരുമിച്ച് കാണുന്നത്. എല്ലാവരും വന്നതിന് വളരെയധികം സന്തോഷം. നന്ദി. എല്ലാവർക്കും നമസ്കാരം. അഡ്വാൻസ് ആയിട്ടുള്ള ഹാപ്പി ഓണം. ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ മാധ്യമപ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു. എൻ്റെ മൂന്നാമത്തെ സിനിമയാണ് പെട്ടറാപ്പ്. തമിഴിൽ ഫസ്റ്റ് സിനിമയാണ്. എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ കോളേജിൽ ഒന്നിച്ചു പഠിച്ച സുഹൃത്ത് ബന്ധമാണ് ഞാനും ഇതിൻ്റെ ഡയറക്ടർ സിനുമായിട്ടുള്ളത്. അപ്പോൾ സിനു അങ്ങനെ ഫസ്റ്റ് തമിഴ് സിനിമയാണ് സിനു ഡയറക്റ്റ് ചെയ്യുന്നത്. നല്ലൊരു സിനിമ ആകും എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. അതേപോലെ ഈ സിനിമയിൽ ക്യാരക്ടർ ചെയ്യുന്ന പ്രഭുദേവ് സാറാണ്. തമിഴിലെ എല്ലാവരും ഞങ്ങളോട് ആദ്യമായിട്ടാണ്. അതേപോലെ സണ്ണി മേഡമോൾ. ഈ ദിനിൽ എൻ്റെ കൂടെ രണ്ടാമത്തെ സിനിമയാണ്. അങ്ങനെ നല്ലൊരു ക്രൂ മെമ്പേഴ്സിൻ്റെ ഒരു ടീമായിട്ടാണ് എല്ലാവരും വർക്ക് ചെയ്തത് ഈ സിനിമ. അങ്ങനെ നല്ലൊരു സിനിമ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും, എന്ന് വെച്ചാൽ പലരുണ്ട്, പല വേൾഡ് വൈഡാണ് സിനിമ റിലീസ് ചെയ്യുന്നത്, പല ലാംഗ്വേജിൽ. അപ്പം ആ കാര്യത്തിലും അഭിമാനിക്കാം. കാരണം ഒരു മലയാളിയായിട്ടുള്ള ഞങ്ങൾ 3 പേരാണ്, ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, പ്രൊഡ്യൂസർ. ഈ 3 പേരും കൂടെ ചേർന്ന് ഒരു തമിഴ് സിനിമ മലയാളത്തിൽ നിന്ന് ആളുകൾ പോയി ചെയ്യുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. പിന്നെ ഇപ്പം പല വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമാ മേഖലകളിൽ ഇപ്പം എനിക്കതിനകത്തിൽ പൂർണ്ണമായി ഉറപ്പുണ്ട്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ക്രൂസിന് എല്ലാം നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് തന്നെയാണ് ഈ ബ്ലൂ ഹിൽ ഫിലിംസ് എന്ന് പറഞ്ഞ എൻ്റെ പ്രൊഡക്ഷൻ കമ്പനി. അത് എല്ലാ ക്രൂസിനെയും ഞങ്ങൾ ഒരേപോലെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു വിശ്വാസം ഞങ്ങളുടെ ഈ കമ്പനിക്കുള്ളതാണ്. താങ്ക് യു. ഇനി നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണെന്നറിയാം. ഒരൊറ്റ റിക്വസ്റ്റ് മാത്രം. പേഴ്സണലി ഉള്ള ചോദ്യങ്ങൾ നമ്മുടെ ഗസ്റ്റിനോട് ചോദിക്കരുത്. സിനിമാപരമായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കണമെന്ന് വിനയ പുരസ്കാരം അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള സമയം. അത് ശരിക്കും പഴയൊരു ക്രിഞ്ച് ഡയലോഗ് ഞാൻ പറഞ്ഞത്. ക്യാരക്ടർ ഡിമാൻഡ്സ് ആക്ടർ എന്നാണ് എപ്പോഴും കറക്റ്റ്. നമുക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്തിരുന്നു. അല്ലാതെ നമ്മൾ ആ സമയത്ത് സണ്ണി അല്ലെങ്കിൽ അതുപോലത്തെ ഒരാൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി പോസ്റ്റ് ചെയ്തതല്ല. ആ ഒരു പൊസിഷനിൽ ഇങ്ങനത്തെ ഒരാൾ നമുക്ക് വേണ്ടിയിരുന്നു. അത് നമുക്ക് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ നമ്മൾ പേർപ്പസ്ഫുള്ളി ബഡ്ജറ്റ് അല്ലെങ്കിൽ സണ്ണി ലിയോൺ വന്നാൽ പടത്തിന് കുറച്ച് പ്രൊമോഷൻ കിട്ടും, അങ്ങനത്തെ ഒരു ഓപ്ഷനേ ഇല്ല. ഇറ്റ്സ് വെരി റിയലിസ്റ്റിക് ഫീൽ എനിക്ക് തോന്നും ആ സബ്ജക്റ്റ് കാണുമ്പോൾ. താങ്ക് യു. പടം മ്യൂസിക്കൽ റൊമാൻറ്റിക് ആക്ഷനാണ് പടം. ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ
ഒരു എ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആക്ഷൻ അല്ല. റാപ്പ് മിക്സ് ഉള്ള ഒരു 5-6 ഫൈറ്റോളം പടത്തിലുണ്ട്. പക്ഷെ അതൊരു ഫൺ ഫൈറ്റ്സ് ആണ്. മാസ്റ്ററുടെ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാൻ പറ്റും. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതും എല്ലാ തരത്തിലും ഈവൻ കുട്ടികൾക്ക് പോലും ആ ഫൈറ്റ് കണ്ടാൽ ഇഷ്ടപ്പെടും. പിന്നെ എങ്കിൽ മാസമാണ് ഫൈറ്റ്, കളർഫുള്ളാണ്, ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതായത് ഈ പടത്തിന് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ എന്ത് ഡിമാൻഡ് ചെയ്യുക അതിനുള്ള കൃത്യമായി നമ്മൾ സോഴ്സ് ചെയ്തിട്ട് തന്നെയാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. അയ്യോ, അങ്ങനെ ഞാനൊരു മലയാളിയായതുകൊണ്ട് മാത്രം എൻ്റെ ഒരു ആഗ്രഹത്തിന് വിളിച്ചിട്ട് വന്ന നമ്മളിവിടെ അല്ല ഞാൻ കൊച്ചിക്കാരനാണ്. ഞാൻ 10-15 വർഷം ഇവിടെയാണ് ജീവിക്കുന്നത്. പിന്നെ ഞാനിവിടെയൊക്കെ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് നിങ്ങളെയൊക്കെ അറിയിക്കണ്ടേ. ഞാൻ അവിടെ പോയി കണ്ട് എന്നെ അവിടെ അറിയാൻ പറ്റുമായിരിക്കും, പക്ഷേ എനിക്ക് നിങ്ങളെ ഇവിടെ അറിയുന്ന പോലെ ഇത്രയും സന്തോഷമുള്ളൊരു മേഖല നിങ്ങളിപ്പോൾ ചെന്നൈയിൽ പ്രസ് മീറ്റ് ഉണ്ട്, എനിക്ക് 19th. ഇതിൻ്റെ ഒരു ഡബിൾ വരും. ഈ കോൺഫിഡൻസ് ഞാൻ അവിടെ ഇരിക്കുന്നില്ല. ബിക്കോസ് അവർ തമിഴിലായിരിക്കും ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. തമിഴ് നല്ലതായി പറയണം ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കാൻ കിട്ടുന്ന ഈ കോൺഫിഡൻസ് വേറെ ലെവലാണ്. നിങ്ങൾ എന്ത് ചോദിച്ചാലും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും.